ഹലോ, ഇന്ന് നമ്മളൊരു ബാറ്ററിയുടെ പ്രൊട്ടക്ഷൻ ഡിവൈസ് പ്രൊട്ടക്റ്റായി കിടക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റി ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നില്ല. അത് നമ്മൾ റിപ്പയറിങ്ങിൻ്റെതാണ് നമ്മൾ കാണിക്കുന്ന ബാറ്ററി. ഇതാണ് സംഭവം. പകുതി അതിൻ്റെ കോട്ടിങ് പകുതി കീറി ഞാൻ കളഞ്ഞായിരുന്നു. അവിടെ ഉണ്ട്. INR 18650 ബാറ്ററിയാണ്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി. ആദ്യമേ പറയാം, സംഭവം ഡേഞ്ചറാണ്. റിപ്പയറിങ് ഇത് വിഷയമാണ്. നോക്കി കണ്ടും വേണം. അതിൻ്റെ വോൾട്ടേജ് നോക്കാം. വോൾട്ടേജ് കിട്ടത്തില്ല. ചെറിയ മില്ലി വോൾട്ട്, 900 മില്ലി, അതിങ്ങനെ കുറഞ്ഞു പോകും. ചെറിയ രീതിയിൽ വോൾട്ടേജ് ഇതാവത്തുള്ളൂ. എത്ര കുത്തിയിട്ടാലും ചാർജ് ആവത്തുമില്ല. നമുക്ക് ഡിസ്ചാർജ് ഇതും കിട്ടത്തില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനകത്ത് 2 ടൈപ്പ് പ്രൊട്ടക്ഷനാണുള്ളത്. PTCയും CIDയും. ഈ ഒരു ഡിസ്ക് 2 ഇരിക്കുന്നത് ഈ കോണ്ടാക്റ്റ് വിട്ടു പോകുമ്പോഴാണ് നമുക്ക് വോൾട്ടേജ് ഔട്ട് കിട്ടാത്തത്. അത് ടെമ്പറേച്ചർ കൂടിയോ അല്ലെങ്കിൽ വോൾട്ടേജ് ഇതിലോ ബേസ് ചെയ്താണ് അത് പ്രൊട്ടക്ഷൻ ആക്റ്റീവ് ആവുന്നത്. 2 ടൈപ്പ് പ്രൊട്ടക്ഷൻ നേരത്തെ പറഞ്ഞ കണക്ക് 2 ടൈപ്പാണ് ഇതിൻ്റെ അകത്ത്. ഈ പ്രൊട്ടക്ഷൻ വരുന്നത് നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൻ്റെ അവിടെയാണ് ഒരു ക്യാപ്പ് കണക്ക് വരുന്നത്. PTCയും CIDയും. PTC പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അതെന്ന് വെച്ചാൽ ഈ ഷോർട്ട് സർക്യൂട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ PTC യൂസ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ഒരു ലെയർ ഇതുണ്ട്. പിന്നെ ഈ CID എന്ന് വെച്ചാൽ കറണ്ട് ഇൻറ്ററപ്റ്റ് ഡിവൈസാണ്. എന്ന് വെച്ചാൽ ഈ ഓവർ ചാർജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെടുത്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് റിസ്ക്കുള്ള കാര്യമാണ്. സംഭവം അഥവാ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ എടുത്ത് കളഞ്ഞോണം. അത് പൊട്ടി അങ്ങ് ഇറക്കിയത്. അതുകൊണ്ട് നോക്കി കണ്ടും വേണം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു കോട്ടിങ് അവിടുത്തെ എടുത്ത് കളയുമ്പോഴും അവിടെ നെഗറ്റീവ്, അവിടെ വരെ ഫുൾ ബോഡി നെഗറ്റീവാണ് ഇതിൻ്റെ. അപ്പം ഇതിപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ ഇതായി കിടക്കുന്നതുകൊണ്ട് വോൾട്ടേജ് ഇപ്പം പോസിറ്റീവ് ഇനി വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി പൊളിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഷോർട്ടായി, നല്ല ഷോർട്ടാവും. ഇല്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് സൈഡിൽ നമുക്കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ ചെറിയ ഇത് വെച്ച് മിഷൻ വെച്ചൊന്നുമല്ല, പൊട്ടിത്തെറിയും. ചെറിയ ക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പിന്നോ അല്ല എന്തെങ്കിലും വെച്ച് അതിൻ്റെ അകത്തൊരു ഡയഫ്രം നെക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റെഡിയാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ ഒരു കോട്ടിങ് എടുത്ത് കളഞ്ഞ് ഇത് കട്ട് ചെയ്തല്ലാതെ എടുക്കാൻ വേറെ സെപ്പറേറ്റ് ടൂളൊക്കെ ഉണ്ട്. നമ്മളതിലൊന്നുമില്ല. അപ്പം അല്ലാതെ എടുക്കുകയാണ്. സംഭവം അറിയാവുന്നവരിതിലേ ചെയ്യാവും, അല്ലെങ്കിൽ ഡേഞ്ചറാണ്. പൊട്ടിത്തെറിച്ചാൽ നല്ല രീതി ബ്ലാസ്റ്റ് ആവും ഇത്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. നല്ല രീതിയിൽ ബ്ലാസ്റ്റ് ആകും. അതിപ്പം വോൾട്ടേജ് ഒരു ഗ്യാപ്പ് എടുത്ത് കളഞ്ഞിട്ട് വോൾട്ടേജ് 1.5 വരെ കിട്ടുന്നുണ്ട്. ഇപ്പം കറക്റ്റ് വോൾട്ട് ഔട്ട് വരുന്നില്ല. അപ്പം നമുക്കിനി ഒന്ന് ചാർജർ കണക്ട് ചെയ്ത്, അതിന് സെപ്പറേറ്റ് ചാർജറുണ്ട്, ചാർജർ മൊഡ്യൂള്. അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം ചാർജ് ആവുന്നുണ്ടോ ഇല്ലയെന്ന്. നമ്മൾ മൾട്ടിമീറ്ററിൽ ആംബിയറിലിട്ടിട്ട് അത് കണക്ട് ചെയ്ത് നോക്കുകയാണ്. കറണ്ട് എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് ബോഡിയിലും കൊടുത്ത് പോസിറ്റീവ് ആ ഒരു ടിപ്പിൽ മാത്രമേ പോസിറ്റീവ് വരത്തുള്ളൂ. ബാക്കി മൊത്തം നെഗറ്റീവ് ബോഡിയിൽ ഇതുമായിട്ടാണ്. ഓക്കെ, പ്രോബൊക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, എടുക്കുന്നില്ല, വർക്കാവുന്നില്ല, ചാർജിങ് ആവുന്നില്ല. നമുക്ക് ഒന്നും കൂടെ അടുത്ത ലെയറും കൂടെ ഒന്ന് ഇളക്കി നോക്കാം. അങ്ങോട്ട് നോക്കി സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊട്ടി അങ്ങ് എറിയും. ഇപ്പോൾ ഓൾമോസ്റ്റ് 2.4 വോൾട്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഡിവൈസ് എല്ലാം ക്യാപ്പ് എല്ലാം എടുത്ത് കളഞ്ഞ് ഇപ്പോൾ ഒരു 2.44 വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും വർക്കിംഗ് ആവും. ഇനിയിപ്പോൾ ചാർജിങ് ആവുമായിരിക്കും. 2 point something കിട്ടിയില്ലേ.
ബാറ്ററി എന്തായാലും ലോ വോൾട്ടേജ് ഡ്രോപ്പായി കിടക്കുമായിരുന്നു, ചാർജ് പോയിരിക്കുമായിരുന്നു. നമ്മളിതിൻ്റെ അകത്ത് ഈ ഒരു ക്യാപ്പ് ഈ ഒരു റീജിയനാണ് നമ്മളിപ്പോൾ എടുത്ത് കളഞ്ഞത്. അതുകൊണ്ട് യാതൊരു പ്രൊട്ടക്ഷനോ ഇതോ ഇല്ല. ഇപ്പം ചാർജ് ആവുന്നുണ്ട്. 1 ആംപിയറിൽ ഇപ്പം ചാർജ് ആവുന്നുണ്ട്. ഓക്കെ, റിഫ്ലക്റ്റ് നെഗറ്റീവ് ബോഡിയിലും കൊടുത്ത് പോസിറ്റീവ് കണക്ട് ചെയ്ത്. ഓക്കെ, 800 900 മില്ലി ആംപിയർ ചാർജ് ആവുന്നുണ്ട്. അത് പയ്യെ ഗ്രാജുവലി കുറഞ്ഞു വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊന്ന് വയർ സോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറിയ ആംപിയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതേ യൂസ് ചെയ്യുക ബാറ്ററി വെച്ച്. പിന്നെ ഓവറായിട്ട് ചാർജ് ചെയ്തെല്ലാം നോക്കരുത്, ടെമ്പറേച്ചർ കൂടരുത്. ഇതെല്ലാ കാര്യവും നമ്മൾ ഈ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ അതണക്കുള്ളതേ ഉപയോഗിക്കാവും. ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. മാക്സിമം ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ലൈറ്റായിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവില്ലെങ്കിൽ പുതിയ ബാറ്ററി പിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലത്. നമ്മൾ അതിൻ്റെ ആ ഒരു ക്യാപ്പും കൂടെ പിന്നെയും കൂടെ വലിച്ചങ്ങ് ഊരി കേട്ടോ. ഏറ്റവും ബേസ് ഈ എഡ്ജില്ലേ, ഈ കാണിക്കുന്ന ആ എഡ്ജിന് നെഗറ്റീവാണ്. അപ്പം ഇത് വന്ന് ഇതിൻ്റെ അകത്ത് തട്ടുമ്പോഴത്തേക്ക് സംഭവം ഷോർട്ടായി കത്തി അങ്ങ് പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇപ്പം വോൾട്ടേജൊക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇതാവും. ഇതിപ്പം ഇച്ചിരി ഡ്രൈ ആയിരിക്കുകയാണ്, എന്നാലും ഇത് ഷോർട്ടായാൽ നല്ല രീതിയിൽ ഇതാവും. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വയർ സോൾഡ് ചെയ്ത് സോൾഡറിങ് പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം അതെടുത്തിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വയറകത്ത് വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക. സോൾഡിങ് ലെഡ് പിടിക്കാൻ പാടാണ്, കുഴപ്പമില്ല. ഒന്ന് ഫോൾഡ് ചെയ്ത കണക്കാണ് ഞാൻ വെച്ചത്. വയറകത്ത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നൈസിന് സോൾഡ് ചെയ്ത്. ഈ ടൈമിലൊന്ന് ഷോർട്ടാവാതെ നോക്കണം, ഷോർട്ടായിരുന്നാൽ കത്തും സംഭവം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ആ ഒരു രീതി വെച്ചിട്ട് നമ്മളങ്ങ് മറ്റേ ഹോട്ട് ഗ്ലൂ ഗണ്ണങ്ങിട്ടങ്ങ് അടിക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ നെഗറ്റീവ് ഇതും വലിയ ഡിസ്റ്റൻസിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം കൂടുതൽ വന്ന് ടച്ചായി ഷോർട്ടാവാൻ ചാൻസസ് കുറവായിരിക്കും. ഈ ഹോട്ട് ഗ്ലൂ ഇട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ വയറും അനക്കവും വരത്തില്ല. അപ്പോഴത്തേക്ക് വയർ അതിൽ നിന്ന് വിട്ടും പോകത്തില്ല. നമ്മൾ വയർ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബോഡി ഫുള്ള് ടേപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അതിൻ്റെ വോൾട്ടേജ് ഒന്നും കൂടെ നോക്കാം, കറക്റ്റ് ആയോ ഇല്ലയെന്ന് അറിയണ്ടേ. ഗ്ലൂ ഒക്കെ ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, 2.32 2.5 വോൾട്ട് ഉണ്ട്, കുഴപ്പമില്ല. നമുക്കൊന്നുകൂടെ ചാർജിങ് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ബോഡിയിൽ നിന്ന് നമ്മളിത് സോൾഡർ ചെയ്യുമ്പോഴും ഇത് ബാറ്ററി ഹീറ്റായി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ക്യാപ്പ് ഇതാവും തോന്നുന്നു, അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പൊതുവെ ഇങ്ങനെയുള്ള ബാറ്ററി മറ്റേ സ്പോട്ട് വെൽഡ് കണക്കത്തെ സംഭവം വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്, മറ്റേ സ്ട്രിപ്പ് കണക്കൊരു ഇത് വെച്ചിട്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സോൾഡ് ചെയ്യുമ്പോഴും നോക്കിയൊക്കെ വേണം, ഒരുപാടിട്ടങ്ങ് പഴുപ്പിക്കരുത്. ഇതിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. ഓക്കെ, ഇതിപ്പം 1 ആംപിയറിൽ ചാർജ് ആവുന്നുണ്ട്. 1 ആംപിയറിൽ നിന്ന് കുറഞ്ഞു വരും. ബാറ്ററി ചൂടാവാതെ നോക്കുക, ചൂടാവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ എടുത്ത് കളഞ്ഞോണം. ചെറിയ ഹീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, കാരണം വേറെ പ്രൊട്ടക്ഷൻ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ റിസ്ക്കാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. 580 മില്ലി ആംപിയറിൽ ഇപ്പം ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. 560 മില്ലി ആംപ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ചാർജ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ബാറ്ററി ഇത് അധികം ഉപയോഗിച്ചിട്ടുമില്ല, നമ്മൾ മേടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് എന്തോ ഷോർട്ടായി എന്തോ ചെയ്ത് പ്രൊട്ടക്ഷൻ ഇത് ആക്റ്റീവ് ആയതാണ്. ഇപ്പം ചാർജ് ആവുന്ന വോൾട്ടേജ് ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. 4.15 വോൾട്ടിലാണ് ഇപ്പം ബാറ്ററി ചാർജ് ആവുന്നത്. ഇനി നമുക്ക് അഡാപ്റ്റർ അങ്ങ് ഓഫ് ചെയ്ത് ഇപ്പം ബാറ്ററിയുടെ വോൾട്ടേജാണ് കാണിക്കുന്നത് 3.69. ഇപ്പോൾ ഓൾമോസ്റ്റ് ചാർജ് ആയി.
ഇതിപ്പോൾ ഒരു അരമണിക്കൂർ 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇത് ചാർജ് ചെയ്തിട്ട്. ചാർജ് ചെയ്തിടുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നമുക്കൊന്നുകൂടെ കുറച്ച് നേരം കൂടെ കുത്തിയിട്ടേക്കാം. ടെമ്പറേച്ചർ ആവുന്നുണ്ടോ, ഞാൻ ചെയ്തിട്ട് വേറെ ടെമ്പറേച്ചറോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചൂടായോ ഒന്നുമില്ല, സ്മൂത്തായിട്ട് നീ ലൈറ്റ് യൂസിനൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ചെറിയ ആംബിയർ ഡിസ്ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അല്ലാതെ ഹെവി ഇതൊക്കെ ഡിസ്ചാർജ് ചെയ്ത് അത്ര സേഫ് ആയിരിക്കില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. 4.1 ഇപ്പം ചാർജിങ് വോൾട്ട് ഇനിയിപ്പം 200 മില്ലി ആംബിയറിലാണ് ഇപ്പോൾ ചാർജ് ആയത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ്. ഇപ്പം ഓൾമോസ്റ്റ് ഫുള്ളായി. 3.99 വോൾട്ട് ഇപ്പം ബാറ്ററി വോൾട്ടേജ് ഉണ്ട്. ഫുള്ളാണിപ്പം. ബാറ്ററി വർക്കിംഗ് കണ്ടീഷനിലാണ്. നമ്മളിത് വേറെ ചെറിയ ലൈറ്റ് യൂസിന് വേണ്ടിയിട്ടാണ് എടുക്കാൻ പോകുന്നത്, അല്ലാതെ ഹെവി യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബാറ്ററി വോൾട്ടേജ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, 3.98 നല്ലൊരു ബാറ്ററി, നല്ല ചാർജ് ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.